പ്രത്യേക കഥയായിട്ട് എല്ലാ സ്റ്റോറിയും കണ്ട ഇത് ഒരു പ്രത്യേക കഥയായിരുന്നു. അപ്പോൾ വലിയ ഇഷ്ടം. ഡൗട്ടുകൾ ചോദിക്കാറുണ്ടോ സിനിമയെ കുറിച്ച്? അല്ല വീട്ടിൽ അതെല്ലാം ഒന്നും സംസാരിക്കാറില്ല. എല്ലാം സീക്രട്ടാണല്ലേ? എല്ലാമേ സീക്രട്ടാണ്. സ്വാമിയുടെ മനസ്സിൽ എല്ലാം സീക്രട്ടായിട്ടില്ല. അല്ല, എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇത്രയും നന്നായിട്ട് എങ്ങനെ എഴുതാൻ പറ്റുന്നു? അത് ആലോചിക്കും, ഒരുപാട് ആലോചിക്കും. മനസ്സിൽ ഒരു പ്രത്യേകിച്ചിട്ട് അതേ ക്യാരക്ടറായിട്ട് അവർ അത് ചെയ്തിട്ടാണ് എഴുതും. ഇപ്പോൾ ആരുടെ അത് ക്യാരക്ടർ ഇത് ചെയ്യുന്നുണ്ടോ അതേപോലെ അവരെ പറ്റിയാണ് ക്യാരക്ടർ, അതുപോലെ മനസ്സിൽ ഇത് പറ്റി അങ്ങനെയാണ് സ്റ്റോറി. ഓക്കെ, മതി. ഒന്നും വൈഫുമായിട്ട് ഷെയർ ചെയ്യില്ലെന്നാണ് പറയണത്. സിനിമയുടെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യില്ല എന്ന് പറയണത്. അതിപ്പോ നമ്മൾ ഷെയർ ചെയ്യാത്തത് എന്റെ മനസ്സിൽ തന്നെ ഷെയർ ചെയ്യാനുണ്ടാവില്ല. അല്ല, അവർ സ്റ്റോറി എഴുതാനായിട്ട് വേറെ ഫ്ലാറ്റ് എടുത്താണ് എഴുതുന്നത് മെയിനായിട്ട്. എന്നാൽ വീട്ടിൽ തന്നെ ഇത് കോൺസെൻട്രേറ്റ് ആക്കിയിട്ടില്ല. അമ്മ അങ്ങോട്ട് പോകാറൊന്നുമില്ല? അപ്പാർട്ട്മെന്റിലേക്ക് പോകാറുണ്ടോന്ന് സാർ? ചിലപ്പോൾ പോകും, ഒരു അത്യാവശ്യമെങ്കിൽ പോകും. ഇതിനു വേണ്ടി ഡിസ്കഷനായിട്ട് പോവാം. ഉപദ്രവിക്കുന്നില്ല, എഴുതിക്കോട്ടെ എന്ന് വിചാരിക്കും അല്ലേ? പിന്നെ അതിലെ മെയിൻ. അപ്പൊ നമ്മ ഇത് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. എന്തായാലും ഭയങ്കര ഒരു ജീനിയസ് ആണ് ഹസ്ബൻഡ്. ഭയങ്കര ഒരു ജീനിയസ് ആണ്. കാരണം ഈ സീക്രട്ടിനകത്ത് എഴുതിയിരിക്കുന്ന ഡയലോഗ്സ് ഒക്കെ സാധാരണ ഇപ്പോൾ ഭയങ്കര റിസർച്ച് ചെയ്താലേ കുറേ കാര്യങ്ങൾ എഴുതാൻ പറ്റുള്ളൂ. ആ സിനിമ ഞാൻ കണ്ടുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഇത്രയും നന്നായിട്ട് എഴുതുന്ന ഒരു റൈറ്ററിൻ്റെ ഒരു വൈഫ് എന്ന രീതിയിൽ ഒരു അഭിമാനം തോന്നുന്നുണ്ടോ? സ്വാമി സാർ എങ്ങനെയോ അതേപോലെ തന്നെ ആണ്. സിമ്പിൾ ഇതാണ്. എവിടെ വെച്ചാൽ ആദ്യമായിട്ട് സ്വാമി സാറിനെ കണ്ടുമുട്ടിയത്? പ്രൗഡല്ലേ എന്നാ ചോദിച്ചത്. പ്രൗഡല്ലേ സ്വാമി സാറിനെ കുറിച്ചാണ്? മനസ്സിലാവില്ലേ? തമിഴ്നാടാണ്, അത്തനെ മലയാളം സംസാരിക്കാൻ അറിയില്ല. നിങ്ങൾ എവിടെ വെച്ചാൽ കണ്ടുമുട്ടിയ ആദ്യം? കണ്ടതല്ല, അറേഞ്ച്മെന്റ് ആണ്. അറേഞ്ച്മെന്റായിട്ട് ജാതകം അങ്ങനെ നോക്കിയാണ്. അപ്പോഴേ അറിയായിരുന്നോ സിനിമാക്കാരനാണെന്ന്? അപ്പൊ കല്യാണം കഴിഞ്ഞ ശാന്തി റിലീസായ സിനിമ ഏതായിരുന്നു സ്വാമിയുടെ? CBIയുടെ സെക്കൻഡ് ഇത് എന്നാ ഇത് ജാഗ്രത. ജാഗ്രത. അതാണ് സെക്കൻഡ്. താങ്ക് യു കേട്ടോ.